സമരത്തിൽ പങ്കെടുത്തതിന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് മദർ സുപ്പീരിയർ ജനറൽ ഇന്നലെയാണ് നോട്ടീസ് നൽകിയത്. ക്രിസ്തീയ സഭാവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതിനും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതിനും വിശദീകരണം നൽകണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. FCC സന്യാസി സഭാംഗവും വയനാട് ദ്വാരകയിലെ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ അധ്യാപികയുമാണ് സിസ്റ്റർ ലൂസി. ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ അവർ സജീവമായി പങ്കെടുക്കുകയും മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ചില മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. ഇതെല്ലാം കാണിച്ചാണ് സിസ്റ്റർ ലൂസി അംഗമായ സന്യാസി സമൂഹം ആദ്യ മുന്നറിയിപ്പെന്ന നിലയിൽ കത്ത് നൽകിയിരിക്കുന്നത്. കാനോൻ നിയമപ്രകാരം സിസ്റ്ററെ സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ആദ്യ നടപടിയാണിതെന്നും കത്തിൽ പറയുന്നുണ്ട്. FCC കോൺഗ്രിഗേഷനും സഭയ്ക്കും നാണക്കേടുണ്ടാക്കിയെന്നാണ് കത്തിലെ പ്രധാന ആരോപണം. പലതവണ നേരിട്ട് സംസാരിക്കാനായി വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ലെന്ന് മദർ സുപ്പീരിയർ ജനറൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് ആലുവയിലെ ആസ്ഥാനത്തെത്തി വിശദീകരണം നൽകാനാണ് കത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ സഭാ ആസ്ഥാനത്ത് ഹാജരാകാൻ സിസ്റ്റർ ലൂസി കളപ്പുര തയ്യാറായില്ല. തന്റെ കാര്യത്തിൽ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. പല കാര്യത്തിലും അനുമതി ചോദിച്ചിട്ടും നൽകിയിരുന്നുമില്ല. അതിനാലാണ് ഏകപക്ഷീയമായി സമരങ്ങളിലേക്ക് ഇടപെടേണ്ടി വന്നതെന്ന് അവർ പറയുന്നു. താൻ കാറ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം അനുമതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ FCCയുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാകാത്തതിനാലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ മദർ സുപ്പീരിയർ ജനറലിന് മുന്നിൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സിസ്റ്റർ ലൂസി പറഞ്ഞു. മിഷണറീസ് ഓഫ് ജീസസിലെ കുറുവിലങ്ങാട്ടെ മഠത്തിൽ ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പലതവണ പീഡിപ്പിച്ചെന്ന് കാണിച്ച് മിഷണറീസ് ഓഫ് ജീസസ് സഭാംഗമായ കന്യാസ്ത്രീയാണ് 2018 ജൂൺ 27 പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രക്ഷോഭം നടത്തുകയും സമ്മർദ്ദത്തിലായ പോലീസ് സെപ്റ്റംബർ 21 ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഒക്ടോബർ 15 ഹൈക്കോടതി ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം അനുവദിച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ സഭയിലെ ചിലർ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസിക്കെതിരായ നടപടിയെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.